നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും നീതിക്കും അതിജീവനത്തിനും വേണ്ടി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ഊർജം പകരുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. കേരളത്തിലെ ഒരു കൂട്ടം നടിമാർ നടത്തുന്ന പോരാട്ടം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. നടി ഭാവന ചെഗുവേരയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ പങ്കാളിയാകുന്നത്. നീതിക്ക് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ചെഗുവേര ഇന്നും ആവേശമാണ്. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലിസയെ പോലെ എല്ലാ ഓഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയും ആർക്കെതിരെയും ഉണ്ടാകുന്ന അനീതികളെ തിരിച്ചറിയാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യരാരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒന്നിലും അഭിപ്രായം പറയണ്ട എന്നുള്ളൊരു ധാരണയുള്ളൊരു വ്യവസ്ഥ ഇപ്പോഴും അത്രമേൽ ശക്തമായ പാട്രിയാർക്കി നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളായാൽ ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന, ഇതിലൊന്നും ഭൂമിയിൽ നടക്കുന്ന ഒന്നിലും അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്ന പലരും മലയാളികളായിട്ടുണ്ട്. നമ്മൾ കണ്ടു, ഇന്ത്യയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഉൾപ്പെടെ തമിഴ് സിനിമാ ലോകമൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന സമയത്തും മലയാളികളായിട്ടുള്ള ആളുകൾ, സെലിബ്രിറ്റികളായി മാറിയിട്ടുള്ള മനുഷ്യരൊന്നും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കേണ്ടതില്ല എന്ന് അവർ സ്വയം കരുതുന്നൊരിടത്തു നിന്നാണ് ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിക്കാനും പ്രതികരിക്കാനും ഒക്കെ സന്നദ്ധമായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നത്. അവരും പ്രതികരിക്കേണ്ടവർ തന്നെയാണെന്നും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങൾക്കകത്ത് പ്രതികരണശേഷി ഉള്ളവരായിട്ട് മാറുകയാണ് വേണ്ടത് എന്നുള്ളത് ഈ സന്ദർഭത്തിലെങ്കിലും പഠിച്ചില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, തിരുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവർ തിരുത്താനും തിരിച്ചറിയാനൊക്കെ സന്നദ്ധമാവുക? അവരുടെ ജീവിതത്തെ, അവരുടെ തൊഴിലിടത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെങ്കിലും അഭിപ്രായം പറയാൻ സന്നദ്ധമാകുന്ന, അവരെ തൊടുന്ന വിഷയങ്ങളിലെങ്കിലും അഭിപ്രായം പറയാൻ സന്നദ്ധമാവണ്ടേ? അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ വാചകങ്ങൾ എത്ര ആപ്റ്റായിട്ടാണ് ഭാവനയെപ്പോലുള്ള ഒരാൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അർജന്റീനയിലെ ബ്യൂണോസ് ഐറിസ് സർവകലാശാലയിലെ ചെഗുവേര എന്ന മിടുക്കനായ മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിന് അവധി പറഞ്ഞ് സുഹൃത്ത് ആൽബർട്ടോ ഗ്രനാഡോയ്ക്കൊപ്പം നടത്തിയ ആ മോട്ടോർ സൈക്കിൾ യാത്ര വിനോദയാത്രയായിരുന്നില്ല. 4500 കിലോമീറ്റർ താണ്ടിയ ആ യാത്രയിൽ ജയും സുഹൃത്തും ലാറ്റിൻ അമേരിക്കയിലെ പട്ടിണിയും ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വവും നേരിട്ട് മനസ്സിലാക്കി. യാത്രാമധ്യേ പെറുവിലെ കുഷ്ഠരോഗികളുടെ കോളനികളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തി. ചിലിയിലെ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾക്ക് അവർ സാക്ഷിയായി. ആ യാത്ര ചെഗുവേരയെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. സാമ്പത്തിക അസമത്വമാണ് ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. കമ്മ്യൂണിസമാണ് ഏക പ്രശ്നപരിഹാര മാർഗമെന്നും ചെ തിരിച്ചറിഞ്ഞു. Ha podido cavar al ritmo del sol y que nadie todavía ha cortado una espiga con amor y con gracia. 1953 മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. ചെഗുവേര ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേരയായി. ദാരിദ്ര്യവും പട്ടിണിയും രോഗപീഠകളും തുടച്ചു നീക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. ജനനം അർജന്റീനയിൽ. പക്ഷേ അതിർത്തികളില്ലാത്ത ലോകമായിരുന്നു ചെഗുവേരയുടെ രാജ്യം. ദാരിദ്ര്യത്തിന് അതിർത്തികളില്ല. 1956 മെക്സിക്കോയിൽ ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനവും ആതുര സേവനവും നടത്തവേ ഫിദൽ കാസ്ട്രോയിൽ ആകൃഷ്ടനായി. കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള ക്യൂബൻ വിപ്ലവ മുന്നേറ്റ സേനയിൽ ചേർന്നു. ക്യൂബൻ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായി. ക്യൂബൻ ഏകാധിപതി ജനറൽ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയെ മുട്ടുകുത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 1956 നവംബർ മാസം മെക്സിക്കോയിൽ നിന്ന് 82 വിപ്ലവകാരികളടങ്ങുന്ന ഗ്രാമ എന്ന പായ്ക്കപ്പൽ പുറപ്പെട്ടു.
കാസ്ട്രോയ്ക്കൊപ്പം കപ്പലിൽ ചെഗുവേരയും. വിപ്ലവകാരികൾ നടത്തിയ സായുധ പോരാട്ടങ്ങൾക്ക് മുന്നിൽ ബാറ്റിസ്റ്റ മുട്ടുമടക്കി. 1959 ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ചെഗുവേര മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി. ക്യൂബയിൽ തുടരാമായിരുന്നു. പക്ഷേ ലക്ഷ്യം അതായിരുന്നില്ല. ചൂഷകവർഗത്തെ നിലംപരിശാക്കി ലോകം മുഴുവനുമുള്ള നിസ്സുവർഗത്തെ കൈപ്പിടിച്ചുയർത്തുക എന്നതായിരുന്നു ജെയുടെ ദൗത്യം. തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി ആദ്യം കൊങ്കോയിലേക്കും പിന്നീട് ബൊളിവിയയിലേക്കും ജെ പോയി. കടുത്ത ആസ്മാരോഗിയായിരുന്നു. പക്ഷേ രോഗപീഠകൾ ജെയെ തളർത്തിയില്ല. ഉൾവനങ്ങളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും തൊഴിലിടങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. ലാറ്റിൻ അമേരിക്ക മുഴുവൻ ചുവക്കുമെന്നായി. ജെയെ വകവരുത്താൻ അമേരിക്കൻ ചാര ഏജൻസിയായ CIA വിപുലമായ പദ്ധതി തയ്യാറാക്കി. 1966 ഒക്ടോബർ 9 ബൊളിവിയയിലെ ലഹിഗോരയിൽ വെച്ച് ബൊളിവിയൻ സൈന്യം ചെഗുവേരയെ പിടികൂടി. അദ്ദേഹം ഒട്ടും പതറിയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ചെഗുവേര സൈനികരോട് ഇങ്ങനെ പറഞ്ഞു: വെടിവെക്കരുത്, ഞാൻ ചെഗുവേരയാണ്. ജീവനോടെയാണ് എനിക്ക് കൂടുതൽ വില. ലാൽഹിഗ്വേര നഗരത്തിൽ ഒരു ഒറ്റമുറി സ്കൂൾ കെട്ടിടത്തിൽ സൈന്യം ചെയെ തടവുകാരനാക്കി. ചെയെ കൈമാറണമെന്ന് അമേരിക്ക ബൊളിവിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ബൊളിവിയ തയ്യാറായില്ല. അമേരിക്കയ്ക്ക് കൈമാറിയാൽ ജനവികാരം എതിരാകുമോ എന്ന് ബൊളിവിയൻ സർക്കാർ ഭയപ്പെട്ടു. വിചാരണ ചെയ്താൽ ചെഗുവേരയുടെ ജനസമ്മതി കൂടും. അതോടെ കമ്മ്യൂണിസം കൂടുതൽ ശക്തമാകും. അങ്ങനെ ഏറ്റുമുട്ടൽ എന്നൊരു തിരക്കഥ തയ്യാറാക്കി. ജെറിൻ ടെറാൻ എന്ന സൈനികനെ ചെയെ വെടിവെച്ചു കൊല്ലാനായി ചുമതലപ്പെടുത്തി. ടെറാനോട് ചെ പറഞ്ഞു: വെടിവെക്കൂ, നിങ്ങളൊരു സാധാരണ മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത്. 1967 ഒക്ടോബർ 9 ചെഗുവേര എന്ന ധീരവിപ്ലവകാരി കൊല്ലപ്പെട്ടു. ചെഗുവേരയുടെ വിയോഗത്തെക്കുറിച്ച് ഫിദൽ കാസ്ട്രോ പ്രതികരിച്ചതിങ്ങനെ: മരണം അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഗറില്ല സങ്കല്പങ്ങളുടെയും പരാജയമെന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സാധാരണഗതിയിൽ പലപ്പോഴും ആൺകുട്ടികളുടെയൊക്കെ ടീഷർട്ടുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകം മാത്രമായിട്ടാണ് ചെഗുവേരയുടെ പല രീതിയിലും വാചകങ്ങളെയും വാക്കുകളെയൊക്കെ അടർത്തിയെടുത്ത് വളരെ ക്ലീഷയായിട്ട് ഉപയോഗിക്കുന്ന അത് കണ്ടിട്ട് വിഷമിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതിന് മറ്റൊരു രീതിയിൽ വലിയ അർത്ഥമുള്ളൊരിടത്ത് അതിൻ്റെ അതിഗംഭീരമായൊരു സന്ദർഭത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അതൊരായുധമാക്കുന്നതിന് വേണ്ടി ഭാവനയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പൊരുതുന്ന മനുഷ്യർക്ക്, പൊരുതുന്ന സ്ത്രീകൾക്ക് ഒക്കെ എന്നും ചെഗുവേരയുടെ വാക്കുകളും വാചകങ്ങളും വളരെ പ്രധാനം തന്നെയാണ്. ചെഗുവേര കൊല്ലപ്പെട്ടത് 1967 ഒക്ടോബർ 9. ഇത് 2024. ഇന്നും ചെഗുവേര അതിജീവനത്തിന്റെ പ്രതീകമാണ്. അവരുടെ പോരാട്ടവീര്യമാണ്. അന്റോണിയോ ഗ്രാംഷി മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. മുസോളിനി ഗ്രാംഷിയെ ജയിലിലടച്ചു. രോഗപീഠകളാൽ ബുദ്ധിമുട്ടുകയായിരുന്ന ഗ്രാംഷിയുടെ മരണം ഉറപ്പിച്ച ശേഷമാണ് മുസോളിനി ജയിലിൽ നിന്നും ഗ്രാംഷിയെ മോചിപ്പിച്ചത്. പക്ഷേ ഗ്രാംഷി ഉടനെ വിട പറഞ്ഞു. അന്ന് ഗ്രാംഷി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇറ്റലി ചുവക്കുമായിരുന്നു. ഈ ലോകം ഇവിടെ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ആദ്യത്തെ ഫിലിം ഷോ കാണാനായിട്ട് വന്ന PK റോസി എന്ന നായികയായിട്ട് അഭിനയിച്ച നടിയെ ഇറക്കി വിടുകയായിരുന്നു. അതൊരു ദളിത് സ്ത്രീയാണ്, കർഷക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീയാണ്. അതുമാത്രമല്ല, അവരുടെ വീടിന് തീ വെച്ചു. വീടിന് തീ വെച്ചിട്ട് അവർ പ്രാണൻ കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ആദ്യമായി സിനിമയിൽ വന്ന സ്ത്രീക്ക് പോലും ഇതായിരുന്നു അനുഭവം. പിന്നീട് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ അനുഭവങ്ങളുണ്ട്.
തമിഴ്നാട്ടിലെ കൊടമ്പക്കം എന്ന സ്ഥലത്ത് ഈ സിനിമയിൽ ആകർഷിക്കപ്പെട്ടു പോയ എത്രയോ സ്ത്രീകൾ, എത്രയോ സഹോദരിമാർ നശിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് അവർ ചെഗുവേരയെ ഉദ്ധരിക്കുന്നു. അതുപോലെയുള്ള വലിയ വായനയുടെ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. സിനിമയിൽ അഭിനയിക്കാനായിട്ട് പുത്തനായിട്ട് പോകുന്ന പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ്. M.Tech കഴിഞ്ഞ MBBS കഴിഞ്ഞ ഒക്കെയാണ് ഈ രംഗത്തുള്ളത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് തീർച്ചയായിട്ടും പുരുഷാധിപത്യത്തെ നേരിടാൻ സാധിക്കും. അതിജീവനത്തിനായി പോരാടുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അന്റോണിയോ ഗ്രാംഷി പ്രതീകമാകുന്നത്? Товарищи, рабочая крестьянская революция, о необходимости которой все время говорили большевики, совершилась! കമ്മ്യൂണിസം ഇടിമുഴക്കമായി ചൂഷകവർഗത്തെ ഞെട്ടിച്ച കാലം. മാർക്സും ഏംഗൽസും ലെനിനുമെല്ലാം ബൂർഷ്വാവർഗത്തിനെതിരെ തൊഴിലാളികളെ സംഘടിപ്പിച്ച കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരനായ നേതാവായിരുന്നു അന്റോണിയോ ഗ്രാംഷി. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, കമ്മ്യൂണിസ്റ്റ് പണ്ഡിതൻ, തത്വചിന്തകൻ. ഇതിനെല്ലാം അപ്പുറം ഗ്രാംഷിയുടെ ജീവിതം നീതിക്കായി പോരാടാൻ ഇറങ്ങുന്നവർക്കെല്ലാം ആവേശമാണ്. ഒരേ സമയം ശാരീരിക വെല്ലുവിളികളുമായും ദാരിദ്ര്യവുമായും മല്ലിട്ട ബാല്യകാലം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അച്ഛൻ ജയിലിലായി. അതോടെ ഗ്രാംഷിയുടെ വിദ്യാഭ്യാസം മുടങ്ങി. കുട്ടിക്കാലത്ത് കുടുംബം പുലർത്താനായി കഠിനമായ തൊഴിലുകൾ ചെയ്യേണ്ടി വന്നു. 4 വർഷക്കാലം പഠനം മുടങ്ങി. പിതാവ് ജയിൽ മോചിതനായ ശേഷമാണ് വിദ്യാഭ്യാസം തുറന്നത്. കുട്ടിക്കാലത്ത് തന്നെ സാഹിത്യത്തിൽ തൽപരനായി. വിശാലമായ വായനയും ചുറ്റുപാട് നടക്കുന്ന ജീവിത പ്രശ്നങ്ങളെ നീതിബോധത്തോടെ വിശകലനം ചെയ്യാനുള്ള മാനുഷിക ബോധവുമാണ് ഗ്രാംഷിയെ ഒരു കമ്മ്യൂണിസ്റ്റാക്കി പരുവപ്പെടുത്തിയത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗ്രാംഷി മോസ്കോവിലേക്ക് പോയി. കമ്മ്യൂണിസത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ആഴത്തിൽ പഠനം നടത്തി. 1924 ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി ഗ്രാംഷിയെ തെരഞ്ഞെടുത്തു. ഗ്രാംഷിയുടെ നേതൃത്വത്തിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഇറ്റലിയിൽ പ്രകമ്പനം കൊണ്ട കാലം. ഗ്രാംഷി ഇറ്റാലിയൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി. പാർലമെന്റിൽ ഗ്രാംഷി നടത്തിയ പ്രസംഗങ്ങൾ നിസ്വവർഗത്തിനു വേണ്ടി ശബ്ദിച്ചവരിലെല്ലാം ആവേശം വിതച്ചു. പക്ഷേ ബൂർഷ്വാവർഗവും ഫാസിസ്റ്റുകളും ഇറ്റലിയിൽ ശക്തരായിരുന്നു. മുസോളിനിയായിരുന്നു അവരുടെ നേതാവ്. 1992 ഫാസിസ്റ്റുകളുടെ നേതാവായിരുന്ന മുസോളിനി ഭരണം പിടിച്ചു. അതോടെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നരനായാട്ടുകൾ നടന്നു. ഗ്രാംഷിയെ 20 വർഷത്തേക്ക് ജയിലിലടച്ചു. രോഗപീഠകൾ ഗ്രാംഷിയെ വല്ലാതെ തളർത്തി. ഗ്രാംഷി മരിക്കുമെന്നായപ്പോൾ ഫാസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ശിക്ഷാകാലാവധി വെട്ടിച്ചുരുക്കി. ഗ്രാംഷി ജയിൽ മോചിതനായി. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗ്രാംഷി മരണത്തിന് കീഴടങ്ങി. ജയിൽവാസത്തിനിടെ ഗ്രാംഷി എഴുതിയ കുറിപ്പുകൾ മരണശേഷമാണ് പുറം ലോകമറിഞ്ഞത്. മരണാനന്തരം ഗ്രാംഷിയുടെ ജയിൽ കുറിപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിദ്ധീകരിച്ചു. ആ കത്തുകൾ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തയുടെ കലവറയാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഗ്രാംഷി നീതിക്കായി പോരാടുന്നവർക്കെല്ലാം ആവേശമാണ്. ഗ്രാംഷിയൻ ചിന്തകൾ ഊർജമാണ്, ചെറുത്തുനിൽപ്പിനുള്ള ആയുധമാണ്. കേരളത്തിൽ ഒരു വിഭാഗം നടികൾ നീതിക്കായി പോരാടുമ്പോൾ ദേശീയ തലത്തിൽ കാര്യം വ്യത്യസ്തമാണ്. സംഘപരിവാറുകാരായ കുറെ സെലിബ്രിറ്റികളുണ്ട്. അവരൊന്നും ഇരകൾക്കൊപ്പമല്ല, അവർ വേട്ടക്കാർക്കൊപ്പമാണ്. മോദിയെ വിഗ്രഹവൽക്കരിക്കുക, അങ്ങനെ മോദിയുടെ ജനസമ്മതി വർദ്ധിപ്പിക്കുക. ദൗത്യനിർവഹണം ജനകീയ ഭരണത്തിലൂടെയല്ല, PR വർക്കിലൂടെയാണ്. മണിപ്പൂരിൽ ഇതുവരെ തീ അണഞ്ഞിട്ടില്ല. BJP-യാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അവിടെ പോയി അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീരൊപ്പാനൊന്നും മോദി തയ്യാറല്ല. പകരം മോദിയുടെ ഏറ്റവും ഒടുവിലത്തെ PR ഷോ ഹിമാചൽ പ്രദേശിലായിരുന്നു.
नहीं कभी नहीं छंडी तुम्हारी മോദിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന താരനിരകളിലെ പ്രമുഖ കങ്കണ റണാവത്താണ്. കങ്കണ ഇപ്പോൾ ലോക്സഭാംഗമാണ്. അടുത്തിടെ മോദിയുടെ കയ്യടി നേടാനായി കങ്കണ ഒരു പ്രസ്താവന നടത്തി. കർഷകരെ അധിക്ഷേപിക്കുന്നതായിരുന്നു ആ പ്രസ്താവന. കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നു. കർഷകർക്ക് പിന്നിൽ വിദേശ ശക്തികളാണ്. ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കുമായിരുന്നു. കങ്കണ പറഞ്ഞതുപോലെ കർഷക സമരത്തിന്റെ മറവിൽ കർഷകർ കൊലപാതകങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. കൊല നടത്തിയത് കങ്കണയുടെ വിശ്വസ്തരായ BJP നേതാക്കൾ തന്നെയാണ്. അവരുടെ കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് മുന്നിൽ ജീവൻ പൊലിഞ്ഞത് കർഷകർക്കാണ്. കൊൽക്കത്തയിൽ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ മമതാ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ബംഗാളിലുടനീളം അക്രമം അഴിച്ചുവിടുകയാണ്. ബംഗാളിൽ സ്ത്രീ സുരക്ഷ പറയുന്ന BJP നേതാക്കളൊന്നും ദില്ലിയിൽ ഗുസ്തി താരങ്ങൾ സമരം ചെയ്യവേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനൊപ്പമായിരുന്നു. क्या कहेंगे संगीता संगीता ये कैसे संभव हुआ? മോദിയുടെ ഗ്യാരണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി മോദി ഏറ്റവും അധികം തവണ സന്ദർശിച്ച മണ്ഡലങ്ങളിലൊന്ന് തൃശൂരാണ്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ദൗത്യം മോദി നേരിട്ട് ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചു, കേന്ദ്രമന്ത്രിയായി. സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ എന്താണ് സുരേഷ് ഗോപിയുടെ നിലപാട്? കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ആരോപണങ്ങൾ അതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. മാറി നിൽക്കേണ്ട സാഹചര്യത്തിലാണ് കോടതി പറയും. ഈ മിന്നു മുനീർ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സുരേഷിനോടെല്ലാം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് മിന്നു മുനീർ പറയൂ. ഇല്ല, ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം. പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ്. എന്താ ഇങ്ങനെ? എൻ്റെ വഴി എൻ്റെ അവകാശമാണ്. പ്ലീസ്.
കേരളത്തിൽ പോരാട്ടം നടത്തുന്ന നടിമാർക്കെല്ലാം ആവേശം പകരുന്നത് ചെഗുവേരയും ആന്റോണിയോ ഗ്രാംഷിയുമെല്ലാമാണ്. എന്നാൽ സംഘപരിവാർ താരങ്ങളുടെ ആരാധനാമൂർത്തികൾ സവർക്കറും ഹെഡ്ഗേവാറും മോദിയുമെല്ലാമാണ്. ഈ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വികാസ പരിണാമമാണ് രാജ്യം ഇന്ന് കാണുന്നത്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.